ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പ് ഗോവയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ISL എന്ന് ആരംഭിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ISLന്റെ ടെൻഡർ വിളിച്ച കാര്യം നമുക്ക് നേരത്തെ അറിയാം. ഇതിലെ പ്രോഗ്രസ് ആണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. KL Nowന്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് നൽകാറുള്ളത്. പുതിയൊരു അപ്ഡേറ്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ISLന് വേണ്ടിയുള്ള ടെൻഡർ നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ചിരുന്നു. ഇത് പ്രകാരം 5 കമ്പനികളാണ് ബിഡ് സമർപ്പിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ 4 കമ്പനികളുമായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു പ്രീ ബിഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നു. ഒരു വിദേശ കമ്പനിയും അതിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഫെഡറേഷന് ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടേണ്ടി വന്നത്. അതായത് ഈ കമ്പനികൾ എല്ലാവരും ഒരുപാട് വ്യക്തതകൾ ഫെഡറേഷനിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളോടും ഫെഡറേഷൻ പറഞ്ഞത് ഇതിനുള്ള മറുപടിയെല്ലാം എഴുതി തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം എന്നായിരുന്നു. ഒക്ടോബർ 28 ആയിരുന്നു ഇതിനുള്ള ഒരു അവസാന തീയതിയായിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നത്. അതായത് ഒക്ടോബർ 28 ഇത് പബ്ലിഷ് ചെയ്യും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഒക്ടോബർ 28 ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഇതുവരെ കമ്പനികളുടെ സംശയത്തിനുള്ള മറുപടി അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിനർത്ഥം കാര്യങ്ങൾ ഇപ്പോൾ വൈകുകയാണ് എന്നുള്ളതാണ്. അതായത് നവംബർ 5 ഇതിൻ്റെ ഒരു അവസാന തീയതിയായിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനു മുന്നേ ബിഡുകൾ വരാനുള്ള സാധ്യത ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫെഡറേഷൻ ഈ ഒരു തീയതി നീട്ടേണ്ടി വന്നേക്കും. കാര്യങ്ങൾ ഇപ്പോൾ പലതും ഡിലേ ആവുകയാണ്. ഇതിൻ്റെ പ്രോസസ്സ് ഡിലേ ആവുകയാണ് എന്നാണ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ISL ആരംഭിക്കുന്ന തീയതിയും വൈകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ജനുവരി മാസത്തിലെങ്കിലും ISL തുടങ്ങണേ എന്ന ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.